സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും രാത്രിയാത്രയ്ക്കുള്ള നിരോധനം തുടരുകയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ആശങ്ക വേണ്ടായെന്നും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇന്നും നാളെയും കഴിഞ്ഞ ദിവസത്തേക്കാൾ തീവ്രത കൂടിയ മഴയ്ക്കാണ് സാധ്യത. തെക്കൻ മധ്യ ജില്ലകളിൽ മഴ കനക്കും. കിഴക്കൻ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. കഴിഞ്ഞ 24 മണിക്കൂറിൽ തൃശൂർ പീച്ചിയിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. പീച്ചിയിൽ 163 മില്ലിമീറ്ററും വാഴാനിയിൽ 137 മില്ലിമീറ്ററും അമ്പലപ്പുഴയിൽ 134 മില്ലിമീറ്ററും മഴ ലഭിച്ചു. അടുത്ത 5 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും പിന്നീട് അത് ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. പ്രളയ സാധ്യതയില്ലെന്നും എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയതായും മന്ത്രി കെ രാജൻ. എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും 24/7 എന്ന വിധത്തിൽ പ്രവർത്തിക്കാവുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ വിവിധ വകുപ്പുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ്, ദുരന്ത നിവാരണ, അഗ്നിശമന രക്ഷാസേനകൾ കൺട്രോൾ റൂമിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും ഉണ്ടായേക്കും. കടലിൽ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ കനക്കും. ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ എങ്ങനെയൊക്കെയാണ് പുതിയ മുന്നറിയിപ്പുകൾ വരുന്നത്? നേരത്തെ ആലപ്പുഴ ജില്ലയിൽ കൂടി റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിരുന്നു നേരത്തെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായിട്ട് കുറച്ചിട്ടുണ്ട്. അത് നേരിയ മഴ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ആലപ്പുഴയിൽ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അവസാനത്തെ അപ്ഡേറ്റിൽ അറിയിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ അതിതീവ്ര മഴ തുടരും. പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന നിർദ്ദേശവുമുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമുണ്ട്. സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. നാളെയും ഇതിന് സമാനമായ രൂപത്തിൽ തന്നെ അലർട്ടുകൾ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.